എന്റെ പൊന്ന് സിനീഷ, ഈ ഭാര്യമാരുടെ അടുത്തൊക്കെ പോയിട്ട് സ്വന്തം മാച്ച് ഉണ്ട് ഞാൻ കളിക്കാൻ പോകട്ടെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മാച്ച് ഉണ്ട് ഞാൻ പോകും അങ്ങനെ പറയണം. കൊള്ളം മണ്ടന്മാരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 നാള് ഞാൻ പഠിക്കാൻ പോവല്ലേ, ഒരു ദിവസമല്ലേ കളിക്കാൻ പോ, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യണ്ടാ. നാളെ എനിക്ക് കളിയുണ്ട്, ഒരു പരിപാടി ഇല്ല, എന്തുണ്ടെങ്കിലും ക്യാൻസൽ ചെയ്തോ. അവിടെ നിൽക്കുകയാണ്. അങ്ങനെയല്ലടാ, അവള് പറയണെന്തിനാ പറയുന്നത്? ഇത്ര വയസ്സായില്ലേ തനിക്ക്? എനിക്കെന്തിനാ പെണ്ണും കുട്ടികളൊക്കെ പിള്ളേരൊക്കെ വലുതായി, എന്നിട്ട് ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞ കളിയാക്കണാ. എന്തൊരു ചെയ്യപ്പോ ബന്ധുക്കാരോടൊക്കെ എല്ലാവരോടും തന്നെ പറയാ. ഇതൊക്കെ പറഞ്ഞാല് കളിക്കാനൊക്കെ വീടുണ്ട്, പക്ഷെ ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴേ കളിയോട്ടുള്ള ഇതൊക്കെ നിർത്താലെന്നൊക്കെ തോന്നാ കളിയൊക്കെ. എന്റെ പൊന്ന് സിനീഷ, ഈ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിൽക്കേണ്ട ആൾക്കാരാ, അല്ലാണ്ട് അവരെ നമ്മൾ വളർത്തി കൊണ്ടുവരാൻ പാടില്ല. എന്റെ വൈഫൊക്കെ ആവണം. ഞാൻ പറയണതിന്റെ അപ്പുറത്തേക്ക് ഒരു പരിപാടി ഇല്ല. ശനിയാഴ്ച കഴിഞ്ഞാൽ തന്നെ എന്റെ ഫോക്കസ് ഫുള്ള് ഇങ്ങനെ ക്രിക്കറ്റിലെ കളിയോടുള്ള ആത്മാർത്ഥത കാരണം ഇന്നലും തുടങ്ങിയതല്ല. 4 മണിക്ക് ഞാൻ അലാറം വെച്ച് കഴിഞ്ഞിട്ട് വന്നേക്കണം. അറിയോ നിനക്ക്? അങ്ങനെ വേണം. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലടാ. ഇവള് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയാ, അവളുടെ ആർക്കോ ഇങ്ങനെ വയ്യാണ്ടിരിക്കുക, കുഞ്ഞാച്ചാച്ചനാ വലിയച്ചാച്ചനാ ആർക്കോ വയ്യാണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് വരാൻ ഞാൻ പോവോ? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോയാൽ മതി, പക്കാട്. എന്നിട്ട് പോയി, അവൾ ഒറ്റയ്ക്ക് പോയി, ട്രെയിൻ കയറിയിട്ടൊക്കെ പോയി. ഞാൻ ഒരു തേങ്ങയും പോയില്ല. വീറ്റങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഇരുത്തണം. അതാണ് എൻ്റെ റോള്. 4 മണിക്ക് നീ ഏറ്റവും തോന്നുന്നല്ലേ? ഞാൻ വരാറുണ്ട്. പെണ്ണിന്റെ ഷൂട്ടിൽ അങ്ങനെ വരാൻ വഴിയില്ലോടാ. അത് നാട്ടിലുള്ള എല്ലാവർക്കും പെണ്ണുങ്ങളെ പേടിയാ. എന്നിട്ട് പേടില്ല എന്ന് പറഞ്ഞിട്ട് വരും കളിക്കാനായിട്ട്. പോയി പെണ്ണിന് ഷൂരോടത്തിന് വേണം കളിക്കാനായിട്ട്. കളിയാരോടും പറയലടാ, വണ്ടിയിലെ കീതാടാ, വണ്ടിയിലെ കീതാളിയാ.